ഹലോ ഗൈസ്, വെൽക്കം ടു സൈറാസ് വേൾഡ്. അപ്പോൾ ഇന്നെന്താ പരിപാടി എന്നല്ലേ? അപ്പോൾ ഞങ്ങൾക്കിന്ന് വേറെ ഒന്നുമില്ല. കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടതല്ലേ ഇങ്ങനെ പലഹാരങ്ങൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അതൊന്ന് തുറന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. ഭയങ്കര മഴ കാരണം പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ അൺബോക്സിങ്ങിന് വേണ്ടി പോവുകയാണ്. നമുക്ക് പോയി ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചിട്ട് വരാം. ഞാനങ്ങനെ ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചിട്ട് വരട്ടെ. അവരൊക്കെ ഒരുങ്ങാൻ പോയിട്ട് ഏകദേശം മണിക്കൂർ ഒന്ന് കഴിഞ്ഞു. ഇതുവരെയൊക്കെ ആരെയും കണ്ടിട്ടില്ല. ഞാൻ പോയി അവരെയൊക്കെ നോക്കി കൂട്ടിക്കൊണ്ട് വരാം. ഒരാൾ ഒരുങ്ങി നിൽപ്പുണ്ട്, മറ്റേ ആളെ കണ്ടിട്ടില്ല. ഇനി എന്തായാലും നോക്കിയിട്ട് വരാം. ഹായ് പറ. അതാ മറ്റേ ആളും വന്നു. ഇനി ബാക്കിയുള്ളവരൊന്ന് വരണം. അപ്പോൾ നമ്മുടെ വണ്ടി വന്നു. ഇനി എന്തായാലും നമുക്ക് വണ്ടിയിലോട്ട് കയറാം. നമ്മൾ പോവുകയാണ് ഗൈസ്. നല്ല മഴയുണ്ട്, കാണാൻ പറ്റുന്നില്ല. വണ്ടി എങ്ങനെയെങ്കിലും ഓടിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എത്തി. നല്ല മഴ ഉണ്ടായിരുന്നു. റോഡ് ഏത് പുഴ ഏതെന്ന് തിരിച്ചറിയാത്തൊരവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ബോക്സൊക്കെ തുറന്നു നോക്കാം. എല്ലാവരും ഇത് തുറക്കുന്ന തിരക്കിലാണ്. എന്തായിരിക്കും ഇതിൻ്റെ അകത്തുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഏകദേശമൊക്കെ നമുക്ക് സ്നാക്സ് കൊണ്ടുവരുന്നത് അറിയാമല്ലോ. അങ്ങനെ എല്ലാവരും മാറി മാറി നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചേച്ചിക്കും മാതിരി കിട്ടി. എനിക്ക് മാതിരി തന്നു. ഓരോരുത്തരും അതിൻ്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. കണ്ടില്ലേ, ആ പേര് പറയുന്നുണ്ട്. ആ അപ്പത്തിൻ്റെതൊക്കെ ഇതുപോലെ തന്നെ പെൺവീട്ടിലും അവർ വിളിച്ചു വരുന്ന ആൾക്കാർക്ക് വേണ്ടി പലഹാരങ്ങൾ ഉണ്ടാക്കും. ആൺവീട്ടിലേക്ക് കുറച്ച് മുമ്പ് ഉണ്ടാക്കി കൊടുത്തേക്കും. ഇതുപോലെ തന്നെ ഇത് കൂടാതെ ആൺവീട്ടിലും കുറഞ്ഞ പക്ഷം കടി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പലഹാരങ്ങൾ. ഞാനിത് ഓരോന്നും തുറന്നിട്ട് ഇത് പരിചയപ്പെടുത്തി തരാം, പേരൊക്കെ പറഞ്ഞു തരാം. ഈ പലഹാരങ്ങളാണ് വിളിച്ചവർക്ക് വരുന്നവർക്കും നമ്മൾ ഇത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ വന്നിട്ടുള്ള പലഹാരങ്ങൾ. ഇതാണ് ചുക്കപ്പം. ഞാൻ ആദ്യം എടുത്തത് ചുക്കപ്പം എന്ന് പറയും. ഇത് പൊരി. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഹൽവ ഉണ്ടാക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആന്ത്രോത്ത് ദ്വീപിൽ നിന്ന് വരുന്ന പൊരി. ഇത് ദ്വീപ് ശർക്കര ഉപയോഗിച്ചിട്ടാണ് ഈ പൊരി ഉണ്ടാക്കുന്നത്. വൈറ്റ് കളറിലാണ്. തിന്നാൻ ഭയങ്കര ടേസ്റ്റുള്ള ഒന്നാണ്. നാച്ചുറലായിട്ടുള്ള സംഭവമാണിത്. ഇത് മുട്ടക്കൂസ്, തരിപ്പോള എന്ന് പറയും. റവയും മുട്ടയും കൂട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുക. വളരെ സ്പഞ്ചിയാണ്. തിന്നാൻ വളരെ ടേസ്റ്റുള്ള ഒരു ഐറ്റംസാണ്. അടുത്തത് ചെവിയപ്പം. ഇതിൻ്റെ ഒരു ഷോട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ചെവിയപ്പം എന്ന് പറയും, പൂവപ്പം എന്ന് പറയും. ഇതാണ് ഗൈസ് മാസപ്പം. ഇതിന് പല പേരും പറയുന്നുണ്ട്. മൊട്ടാപ്പം എന്നും ആസറോമ എന്നും കൂടി അമ്മേനിയാർ പറയാറുണ്ട്. ഇതിന് ആസറോമ, പല്ലെടുത്തപ്പം, ഇങ്ങനെ പല പേരും അത് പറയാം. ഇതാണ് റവ അപ്പം, റവ കേക്കല്ലേ, ആ റവ അപ്പം. ഇത് കാജ. കാജ ഇത്തിരി ചെറുതായിട്ടാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് തോക്കപ്പം. ഓരോ അച്ചിലിട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ പേര് മാറും, അത്രയേ ഉള്ളൂ. ഇതാണ് ഗേസ് മാതിരി. ഈ മാതിരിക്ക് ഞങ്ങളുടെ നാട്ടിൽ മാതിരി എന്ന് പറയുമ്പോൾ കിളിത്താൻ ദ്വീപിൽ ഫിളി വെലിച്ചതെന്ന് പറയും. അമേനിയിൽ ഞാറപ്പം. അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ 2 പേരിൽ അതിനെ അറിയപ്പെടും, ഞാറപ്പവും മാതിരി. കുറച്ച് ബേക്കറിയും അവർ കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നാടൻ ജിലേബി. അതായത് ഞങ്ങൾ പറയുന്നത് നൈമുട്ട എന്ന് പറയും. ഇത് നാടൻ ജിലേബിയാണ്. ഉഴുന്ന് വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഉഴുന്ന് വെച്ച് കുറേ ദിവസം വെച്ച് പൊളിച്ച ശേഷം പിന്നെ ഉണ്ടാക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ സ്നാക്സ്. കണ്ടില്ലേ? അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.